ഹായ് കുട്ടികളെ, LSSന് തയ്യാറെടുക്കുന്നവർക്കായി GK ഓറിയന്റഡ് ചോദ്യങ്ങൾ. ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് 22. മാർച്ച് 22-നാണ് ലോക ജലദിനമായി ആചരിക്കുന്നത്. കല്ല് തിന്നുന്ന പക്ഷി ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിയാണ് കല്ല് തിന്നുന്ന പക്ഷി എന്നറിയപ്പെടുന്നത്. പേപ്പട്ടി വിഷത്തിന് കുത്തിവെപ്പ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ലൂയി പാസ്റ്റർ. ലൂയി പാസ്റ്റർ ആണ് പേപ്പട്ടി വിഷത്തിന് പ്രതിവിധി കണ്ടുപിടിച്ചത്. സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ വിളിക്കുന്ന പേര്? ഗ്രഹങ്ങൾ. മിന്നാമിനുങ്ങിന്റെ തിളക്കത്തിന് കാരണമായ രാസവസ്തു ഏത്? ലൂസിഫെറിൻ. ലൂസിഫെറിൻ എന്ന രാസവസ്തുവാണ് മിന്നാമിനുങ്ങിന്റെ തിളക്കത്തിന് കാരണം. പപ്പായയുടെ ജന്മദേശം ഏത്? അമേരിക്ക. അമേരിക്കയാണ് പപ്പായയുടെ ജന്മദേശം. ഇലകളിൽ നിന്ന് വംശവർദ്ധനവ് നടത്തുന്ന സസ്യം ഏത്? ഇലമുളച്ചി. ഇലമുളച്ചിയാണ് ഇലകളിൽ നിന്ന് വംശവർദ്ധനവ് നടത്തുന്നത്. ചാന്ദ്ര പഠനത്തിനായുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ചന്ദ്രയാൻ. ചന്ദ്രയാനാണ് ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം. ബഹിരാകാശത്തെത്തിയ ആദ്യ വനിത ആര്? വാലന്റീന തെരഷ്കോവ. വാലന്റീന തെരഷ്കോവയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ വനിത. ഏറ്റവും കൊഴുപ്പ് കൂടിയ പാലുള്ള മൃഗം ഏത്? മുയൽ. മുയലാണ് ഏറ്റവും കൊഴുപ്പ് കൂടിയ പാലുള്ള മൃഗം. പാറ്റാ ഗുളികയുടെ രാസനാമം എന്ത്? നാഫ്തലീൻ. നാഫ്തലീൻ എന്ന പേരിലാണ് പാറ്റാ ഗുളിക രാസപരമായി അറിയപ്പെടുന്നത്. ത്വക്ക് രോഗങ്ങളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഡെർമറ്റോളജി. ഡെർമറ്റോളജിയാണ് ത്വക്ക് രോഗങ്ങളെ കുറിച്ചുള്ള പഠനം. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത ആര്? മേധാ പട്കർ. മേധാ പട്കർ ആണ് നർമ്മദ ബച്ചാവോ ആന്തോളനുമായി ബന്ധപ്പെട്ട നായിക. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. കത്താൻ സഹായിക്കുന്ന വാതകം? കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ. ഓക്സിജൻ ആണ് കത്താൻ സഹായിക്കുന്ന വാതകം. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം? ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ത്വക്ക് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥം? നിക്കോട്ടിൻ. നിക്കോട്ടിൻ ആണ് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥം. ഒരു കുരുവിയുടെ പതനം എന്ന കൃതിയുടെ കർത്താവ്? സലിം അലി. പക്ഷിശാസ്ത്രജ്ഞനായ സലിം അലിയാണ് ഒരു കുരുവിയുടെ പതനം, ഫാൾ ഓഫ് എ സ്പാരോ എഴുതിയത്. ഒരു ഇല മാത്രമുള്ള സസ്യം? ചേന. ചേന ഒരു ഇല മാത്രമുള്ള സസ്യമാണ്. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരത്തിലെ അവയവം? കരൾ. കരളാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്ന അവയവം. പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അണലി. അണലിയാണ് പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നത്. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉഭയജീവികൾ. ഉഭയജീവികൾ എന്നാണ് വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ജീവികളെ അറിയപ്പെടുന്നത്. ഹൃദയമിടിപ്പ് അളക്കുന്ന ഉപകരണം ഏത്? സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചാണ് ഹൃദയമിടിപ്പ് അളക്കുന്നത്. മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹം ഏത്? ചെമ്പ്. ചെമ്പാണ് മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹം. മുൻപോട്ടും പിറകോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? ഹമ്മിങ് ബേർഡ്. ഹമ്മിങ് ബേർഡ് ആണ് മുൻപോട്ടും പിറകോട്ടും പറക്കാൻ കഴിവുള്ള പക്ഷി. സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചാണ് പ്രകാശ സംശ്ലേഷണം സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. നിവർന്നു നിൽക്കുന്ന പക്ഷി ഏത്? ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിക്കാണ് നിവർന്നു നിൽക്കാനുള്ള കഴിവ്. ഇലയ്ക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? ഹരിതകം.
ഹരിതകമാണ് ഇലയ്ക്ക് പച്ച നിറം നൽകുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏത്? ഏലം. ഏലമാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്. അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഗോയിറ്റർ. ഗോയിറ്റർ ആണ് അയഡിന്റെ അഭാവത്താൽ ഉണ്ടാകുന്ന രോഗം. ജലദോഷം ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവി ഏതാണ്? വൈറസ്. വൈറസ് ആണ് ജലദോഷം ഉണ്ടാക്കുന്നത്. കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര? 44. 44 കേരളത്തിലെ നദികളുടെ എണ്ണം. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യക്കാരൻ ആര്? രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ എന്ന ഇന്ത്യക്കാരനാണ് ആദ്യമായി ബഹിരാകാശത്ത് എത്തിയത്. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ആര്? നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. ISROയുടെ പൂർണ്ണരൂപം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഷോർട്ട് ഫോമാണ് ISRO. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത്? മയിൽ. മയിലാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി. ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? വജ്രം. വജ്രമാണ് ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. ജനിതക മാറ്റം വരുത്തിയ വിത്തുകളുടെ പേര്? BT വിത്തുകൾ. BT വിത്തുകൾ എന്നാണ് ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ അറിയപ്പെടുന്നത്. മലേറിയ പരത്തുന്ന ജീവി ഏത്? കൊതുക്. കൊതുകാണ് മലേറിയ പരത്തുന്ന ജീവി. ചാന്ദ്രദിനം എന്നാണ്? ജൂലൈ 21. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തുന്നതിൻ്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ 21 ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. ധവളപ്രകാശത്തിൽ എത്ര വർണ്ണങ്ങളുണ്ട്? 7. സൂര്യപ്രകാശത്തിന്റെ അതായത് ധവളപ്രകാശത്തിൽ 7 വർണ്ണങ്ങളാണ് ഉള്ളത്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏത്? ഓക്സിജൻ. ഓക്സിജൻ തന്നെയാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന സമയത്ത് പുറത്തേക്ക് വിടുന്നത്. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത്? സൂര്യൻ. സൂര്യൻ തന്നെയാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം. മുണ്ടകൻ ഏത് കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കാണ്? നെല്ല്. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് കൃഷിയാണ് മുണ്ടകൻ കൃഷി. ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? മംഗൾയാൻ. മംഗൾയാൻ എന്ന പേരിലാണ് ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. പള്ളിവാസലാണ് ജലവൈദ്യുത പദ്ധതി ആദ്യത്തേത്. ലോക മണ്ണ് ദിനം എന്നാണ്? ഡിസംബർ 5. ഡിസംബർ 5 ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത്. ഒരു ജീവിയുടെ അതേ ഗുണങ്ങളോടുകൂടിയ ജീവികളെ സൃഷ്ടിക്കുന്ന പേര് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ക്ലോണിംഗ്. ക്ലോണിംഗ് എന്നതാണ് ഒരു ജീവിയുടെ അതേ മോഡലിലുള്ള ജീവികളെ നിർമ്മിക്കുന്നതിനായി പറയുന്നത്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏത്? ഓക്സിജൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത്? സൂര്യൻ. മുണ്ടകൻ ഏതു കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കാണ്? നെൽകൃഷി. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട വാക്കാണ് മുണ്ടകൻ. ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? മംഗൾയാൻ. മംഗൾയാൻ എന്ന പേരിലാണ് ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം അറിയപ്പെടുന്നത്. ആകാശത്ത് വടക്കു ഭാഗത്ത് സ്ഥിരമായി കാണപ്പെടുന്ന നക്ഷത്രം ഏത്? ധ്രുവ നക്ഷത്രം. ഏറ്റവും നീളം കൂടിയ പുല്ലുവർഗം ഏത്? മുള. മുളയാണ് ഏറ്റവും നീളം കൂടിയതും ഏറ്റവും വേഗത്തിൽ വളരുന്നതുമായ പുല്ലുവർഗ സസ്യം. മണ്ണിരയുടെ ശ്വസനാവയവം ഏത്? ത്വക്ക്. ത്വക്ക് ഉപയോഗിച്ചാണ് മണ്ണിര ശ്വസിക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതരെ ഉൾക്കൊണ്ട ജില്ല ഏതാണ്? കാസർഗോഡ്. കാസർഗോഡാണ് എൻഡോസൾഫാൻ എന്ന ദുരിതം വിതച്ചത് എന്ന മാരക വിഷം ദുരിതം വിധിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏത്? കാസർഗോഡ്. കണ്ടൽ ചെടികൾ വച്ചുപിടിപ്പിക്കുന്നതിന് ശ്രദ്ധ നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്?
കല്ലേൻ പൊക്കുടൻ. കല്ലേൻ പൊക്കുടന്റെ ആത്മകഥയുടെ പേരെന്ത്? കണ്ടൽ ചെടികൾക്കിടയിൽ എൻ്റെ ജീവിതം. കല്ലേൻ പൊക്കുടനാണ് കണ്ടൽ ചെടികൾ കൂടുതൽ നട്ടു വളർത്തുന്നതിൽ ശ്രദ്ധ ചെലുത്തിയ കണ്ണൂരുകാരൻ, പഴയങ്ങാടിക്കാരനായ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ടൽ ചെടികൾക്കിടയിലെ എൻ്റെ ജീവിതം. ശരീരത്തിൽ രക്തം ശുദ്ധീകരിച്ച് മൂത്രം വേർതിരിക്കുന്ന അവയവം ഏത്? വൃക്ക. വൃക്കയിലൂടെയാണ് ശരീരത്തിൽ രക്തത്തെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനം നടത്തി മൂത്രം പുറത്തുവിടുന്നത്. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ കലാരൂപം ഏത്? കൂടിയാട്ടം. കൂടിയാട്ടമാണ് ലോക പൈതൃക പട്ടികയിൽ ആദ്യമായി ഇടം നേടിയ കലാരൂപം. മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. മുളയില മാത്രം തിന്നു ജീവിക്കുന്ന ജീവി ഏതാണ്? പാണ്ട. പാണ്ട എന്ന ജീവിയാണ് മുളയില മാത്രം തിന്ന് ജീവിച്ചത്. ഏറ്റവും ചെറിയ കന്നുകാലി ഇനം ഏതാണ്? വെച്ചൂർ പശുവാണ് ഏറ്റവും ചെറിയ കന്നുകാലി ഇനം. വാലിൽ വിഷമുള്ള ജീവി എന്നറിയപ്പെടുന്നത് ഏതാണ്? തേൾ. തേളാണ് വാലിൽ വിഷമുള്ള ജീവി. പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്നത് ഏതാണ്? മണ്ണിര. മണ്ണിരയാണ് പ്രകൃതിയുടെ കലപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത് എന്താണ്? ഡോൾഫിൻ. ഡോൾഫിനാണ് ചിരിക്കുന്ന മത്സ്യം. ചിറകുകൾ നീന്താൻ ഉപയോഗിക്കുന്ന പക്ഷി ഏതാണ്? പെൻഗ്വിൻ. പെൻഗ്വിനാണ് ചിറകുകൾ ഉപയോഗിച്ച് നീന്തുന്നത്. കുമരകം പക്ഷി സങ്കേതം എവിടെയാണ്? കോട്ടയം. കോട്ടയം ജില്ലയിലാണ് കുമരകം പക്ഷി സങ്കേതം. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം.